ഓക്കെ, തരൂർ മണ്ഡലമാണ് നമ്മൾ നോക്കുന്നത്. തരൂർ 8 പഞ്ചായത്തുകൾ ചേർന്നാണ് തരൂർ മണ്ഡലം. തരൂർ മണ്ഡലത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടെന്ന് പറയുന്നത് LDF ആണ്. LDF UDF ടൈറ്റാണ്, സിമിലർ ആണ്. LDF 40% വോട്ട്, 57,000 വോട്ടുണ്ട്. UDFന് 52,000 വോട്ടുണ്ട്, 36.8. 37% എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും 1/3 വോട്ടുണ്ട്. ത്രികോണ മത്സരത്തിൽ 30-33-35% മതി ജയിക്കാൻ. NDAക്ക് ഒരു 16%, 23,000 വോട്ടുണ്ട്. അതേഴ്സ് 10,000-ത്തിനടുത്തൊരു വോട്ടുണ്ട്. പിന്നെ മെമ്പർമാർ നോക്കി LDFന് 70 പേര്, UDFന് 54 പേര്, NDA 15, അതേഴ്സ് 5. തരൂരിന് മത്സരാർത്ഥികളെ നോക്കാം. മത്സരാർത്ഥികൾ സിറ്റിംഗ് MLA PP സുമോദാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ KC സുബ്രഹ്മണ്യൻ, BJPയുടെ സുരേഷ് ബാബു. കഴിഞ്ഞ തവണയും സുമോദ് ഒരു 20,000 വോട്ടിന് ജയിച്ചാണ്. സ്റ്റിൽ ഇപ്പോഴത്തെ ലോക്കൽ ബോഡിയിൽ ഇത്രയധികം വോട്ട് UDF കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 5,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. 5,000 വോട്ടെന്ന് വെച്ചാൽ 3,000 വോട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ ജയിക്കാൻ പറ്റും UDFന്. എന്തായാലും ഭരണവിരുദ്ധത ഉള്ളതുകൊണ്ട് ഒരു 5,000-4,500 വോട്ട് കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം LDFിൽ നിന്ന്. അത് പ്രത്യേകിച്ച് സിറ്റിംഗ് MLA ആണ്. സിറ്റിംഗ് MLAമാരാകുമ്പോൾ കുറച്ച് വ്യക്തിപരമാണ്, വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പൊതുവായി ഒരു ഭരണവിരുദ്ധ സിറ്റിംഗ് MLA കൂടുതലായിരിക്കും. അപ്പം UDF ഇവിടെ ഒരു വോട്ട് ചെറിയൊരു ഇൻക്രീസ് നടത്തുന്നു. അപ്പോൾ അതോടെ LDFിനെക്കാട്ടി ചെറിയൊരു മാർജിനിൽ UDF തരൂര് പിടിച്ചെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. NDAയുടെ വോട്ട് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. കാര്യമായ ഇൻക്രീസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ NDAയുടെ വോട്ടായിരിക്കും UDFിലോട്ട് മാറിയാൻ പോകുന്നത്. എന്തായാലും തരൂര് UDF പിടിക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്.